ഇരുട്ടിന്റെ നിഴലിൽ അസുരൻ വല വിരിച്ചു. പാവപ്പെട്ട ആത്മാക്കൾക്ക് വേദനയുടെ വഴി കാണിച്ചു. പക്ഷേ വിശ്വാസം എന്ന ദീപം ആയുഷിനി ഹൃദയത്തിൽ കത്തിച്ചു വെച്ചു. ഓരോ പേടിയുടെ മുൻപിലും അവൾ ദൈവത്തിന്റെ ശക്തി ഉണർത്തിവെക്കാൻ ശ്രമിച്ചു. സംഗീത തന്റെ ജീവൻ വെടിഞ്ഞ് തന്റെ യഥാർത്ഥ സൗഹൃദം രക്ഷിച്ചു. അധർമ്മത്തിന്റെ അഗ്നിയിൽ അസുരന്റെ മാന്ത്രിക ശക്തി കത്തി നശിച്ചു. ഭക്തിയുടെ ശക്തി വീണ്ടും ക്ഷേത്രത്തിന്റെ വാതിലുകളിൽ തിളങ്ങി. ഒരു മൈനയായി മാറി കൂട്ടുകാരുടെ ആത്മാവ് തിരികെ വന്നു. ഒരു വലിയ ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ എത്തുമായിരുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് വളരെ ശാന്തത നിറഞ്ഞതും ഭക്തി നിറഞ്ഞതുമായിരുന്നു. എല്ലാ വശത്തും ഭക്തിയും വിശ്വാസവും നിറഞ്ഞിരുന്നു. ജനങ്ങൾ അവരുടെ കയ്യിൽ പഴങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ, പൂമാലകൾ, പിന്നെ ഭംഗിയുള്ള പൂക്കളും കൊണ്ടുവന്നു. എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ക്ഷേത്രത്തിലെ അടിസ്ഥാന ദൈവമായ ഗണപതിയുടെ മുന്നിൽ ലഡ്ഡു പടച്ചു വച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആയുഷി മുൻപിലോട്ട് വന്നു. അവൾ ആ കുടുംബത്തിന്റെ 6ാമത്തെ തലമുറയാണ്. തലമുറയായി ഇവരാണ് ആ ക്ഷേത്രത്തിനെ പരിപാലിച്ചു വരുന്നത്. തുടക്കത്തിൽ ഇക്കാര്യങ്ങളൊക്കെ എപ്പോഴും ആ കുടുംബത്തിലുള്ള ആണുങ്ങളാണ് ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ആയുഷി ആ തലമുറയുടെ ആദ്യത്തെ പെൺകുട്ടിയാണ്. പവിത്രമായ പാരമ്പര്യം മുന്നിൽ നിന്ന് നടത്തുകയാണ്. ആയുഷി വളരെ ഭക്തിയോടെ ദൈവത്തെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ ഭക്തന്മാരെ സ്വാഗതം ചെയ്തു. ദൈവത്തിന് പൂജ ചെയ്തു. പിന്നെ ആര് മുന്നിൽ വരുന്നോ അവർക്കവൾ പ്രസാദം നൽകി. ഈ സമയത്ത് അവളുടെ അച്ഛൻ ലക്ഷ്മി ചന്ദും അവിടേക്ക് എത്തി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ കൈ മുന്നിലോട്ട് കൊണ്ടുവന്ന് നീട്ടി. എന്നാലേ ആയുഷി തനിക്കും പ്രസാദം നൽകുമെന്ന്. അല്ല അച്ഛാ. ആയുഷി തന്റെ അച്ഛൻ ലക്ഷ്മിചന്ദിന്റെ കയ്യിൽ പ്രസാദം വെച്ചു. ലക്ഷ്മിചന്ദ് വളരെ ഭക്തിയോടെ ആ പ്രസാദം കഴിച്ചു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വളരെ ഭക്തിയോടെ ദൈവത്തോട് കൈകൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തു പറ്റി അച്ഛാ, ഇന്ന് വേഗം വന്നിരിക്കുകയാണല്ലോ? അതെ മോളെ, ഇനി എനിക്ക് വലിയ ജോലി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് വേഗത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാനും ഇതാണ് ചിന്തിച്ചത്, ഇന്ന് നിങ്ങളെ അല്പം വേഗം വരാൻ പറയാമെന്ന്. എന്താ മോളെ, എന്തു പറ്റിയത്? നീ എന്തെങ്കിലും എന്നോട് പറയണമോ? അതെ അച്ഛാ, ഇന്ന് ഞാൻ എന്റെ കൂട്ടുകാരി സംഗീതയോടൊപ്പം പ്രീതംപൂരിലേക്ക് പോകാനിരിക്കുകയാണ്. അത് ശരി, എന്തിനാ? അയ്യോ അച്ഛാ, നിങ്ങൾ മറന്നുപോയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവിടെയുള്ള ജനങ്ങൾക്ക് ഭഗവത്ഗീത പുസ്തകം നൽകണമെന്ന്. അതിനെക്കുറിച്ചുള്ള കഥകളും പറയണം. ഷടാ, അതെയല്ലേ, ഈ കാര്യത്തിനെ ഞാൻ ഒട്ടും മറന്നുപോയി മോളെ. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ? ആ തീർച്ചയായിട്ടും, ധാരാളമായിട്ട് പോയിക്കോ. പിന്നെ ഒരു കാര്യം. പറയൂ അച്ഛാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച്. ആയുഷി തന്റെ അച്ഛൻ ലക്ഷ്മിചന്ദ് പറഞ്ഞത് കേട്ടിട്ട് ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ലക്ഷ്മിചന്ദ് ക്ഷേത്രത്തിൽ തന്നെ നിന്നു. പിന്നെ ക്ഷേത്രത്തിലെ ബാക്കി പണികളൊക്കെ നോക്കി. കുറച്ചു സമയത്തിന് ശേഷം ആയുഷി ബസ് സ്റ്റാൻഡിൽ ചെന്നെത്തിയിരുന്നു. അവൾ കാവി നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരുന്നു. പിന്നെ അവളുടെ തോളത്ത് ഒരു ജൂട്ട് ബാഗും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് സംഗീതയും വന്നെത്തി. അവൾ സാധാരണ വസ്ത്രം അണിഞ്ഞ് ആയുഷിയുടെ അടുത്ത് വന്നു. അല്ല, എന്തു പറ്റി? എന്താ ഇത്ര ലേറ്റ്? ഞാൻ എന്തു പറയാനാണ്, ഓട്ടോ റിക്ഷ ഒന്നും കിട്ടിയില്ല. പിന്നെ ചേട്ടനും വീട്ടിലില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് വന്നത്. നീയും നിന്റെ കാരണവും. ഇല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ശരി, അതൊക്കെ വിട്. നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ്? വേറെന്ത് പ്ലാനാണ്? എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ പോകുന്നു. വേറെന്താ? അപ്പോഴാണ് അവിടെ ബസ് വന്നു നിന്നത്. ആയുഷിയും സംഗീതയും ബസ്സിൽ കയറി. കുറച്ചു സമയത്തിനകം ബസ്സും പുറപ്പെട്ടു. ബസ്സിനകത്ത് ആയുഷിയും സംഗീതയും അടുത്തടുത്ത സീറ്റിൽ ഇരിക്കുകയായിരുന്നു. രണ്ടുപേരും പോകുന്ന വഴിയിൽ മാറി മാറി സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. പിന്നെ ആയുഷി വളരെ നന്നായിട്ടുണ്ട്. എന്തു പറ്റി? എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. സിറ്റിയിൽ അത്ര വലിയ കോളേജിൽ പഠിച്ചോ, നീ നല്ല മാർക്കും വാങ്ങി, അവിടുത്തെ ആഡംബരമായ ആ ലൈഫ് വിട്ടിട്ട് നീ ഇവിടേക്ക് തിരികെ വന്നിരിക്കുന്നു. എന്താ അങ്ങനെ? നമ്മൾ പഠിക്കുന്നത് ഇതിനു വേണ്ടിയാണോ? നമ്മുടെ ധർമ്മത്തെയും പാരമ്പര്യത്തെയും മറന്നിട്ട് ശരിയായ രീതിയിലില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ പറയുന്നോ?
നീ പറയുന്നത് വളരെ ശരിയാണ്. എനിക്കറിയാം, ചിലർക്കൊക്കെ അങ്ങനത്തെ ജീവിതവും ഇഷ്ടമാണ്. അത് അവരവരുടെ ഇഷ്ടമാണ്. ദൈവത്തിന് പ്രാർത്ഥനകളൊന്നും ആവശ്യമില്ല. യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ അവരവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ബലം നൽകുന്നു. സംഗീത ശരിയെന്ന് സമ്മതിച്ചു. അതിനിടയ്ക്ക് ബസ് പ്രീതംപൂരിൽ ചെന്നെത്തി. സമയം വൈകുന്നേരമായി. ആയിഷയും സംഗീതയും ബസ്സിൽ നിന്നും താഴേക്കിറങ്ങി. അവർ നടന്ന് ഗ്രാമത്തിലേക്ക് ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം ആയിഷയും സംഗീതയും പ്രീതംപൂരിന്റെ തെരുവുകളിൽ നടക്കുകയായിരുന്നു. ഗ്രാമം വളരെ ശാന്തമായിരുന്നു. വീട്ടിലെ ലൈറ്റൊക്കെ അണഞ്ഞിരുന്നു. പിന്നെ തൊട്ടടുത്ത് യാതൊരു സ്ഥലത്തിലും ആൾ നടമാട്ടം ഒന്നുമില്ലായിരുന്നു. നോക്ക് ആയിഷി, നമ്മൾ ശരിക്കുമുള്ള പാതയിലാണ് പോകുന്നതെന്ന് നിനക്കറിയാമോ? സമയം രാത്രിയായി. എനിക്കും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ നമുക്ക് തെറ്റിപ്പോയോ? അല്ല, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് പ്രേതങ്ങളെന്ന് വെച്ചാൽ വളരെ പേടിയാണ്. അല്ല, നീ എന്തിനായി പേടിക്കുന്നേ? നമ്മളോടൊപ്പം ദൈവമുണ്ട്. അദ്ദേഹം നമുക്കൊന്നും ആകാൻ സമ്മതിക്കില്ല. സംഗീത അവളെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് ഇരുട്ടത്ത് നിന്നും ഒരാൾ അവരെ നോക്കി നടന്നു വരുന്നത് കാണാൻ സാധിച്ചത്. ഉടനെ ദേ അങ്ങോട്ട് നോക്കി, ആരോ വരുന്നുണ്ട്. ആയിഷയും ആ വശത്തേക്ക് നോക്കി. ഏട്ടാ, ഒരു മിനിറ്റ് ഏട്ടാ. അയാൾ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. അയാൾ മറ്റാരുമല്ലായിരുന്നു, അവനാണ് ആദിത്രിയ. അവനെ കണ്ടതും സംഗീത അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആയിഷയും അവളുടെ പുറകെ നടന്ന് അവിടേക്ക് ചെന്നെത്തി. ഏട്ടാ, ഞങ്ങൾ ഋഷി ലക്ഷ്മണന്റെ വീട്ടിലേക്ക് ചെല്ലണം. ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാനാകുമോ? ആദിത്രിയ കാണാൻ ശാന്തനായിരുന്നു. പക്ഷെ അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ ചിരി കാണാൻ സാധിച്ചു. ഋഷി ലക്ഷ്മണോ? നിങ്ങൾ ഒരുപാട് ദൂരെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് മലയുടെ ആ വശത്താണ് ഉള്ളത്. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാനാകുമോ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞുവിടാ. പക്ഷേ ഇത് രാത്രി സമയമാണ്. ഒരുപാട് മഞ്ഞ് അധികമായിട്ടുണ്ട്. പിന്നെ ആ മലയിന്റെ വഴിയിൽ കാട്ടുമൃഗങ്ങൾ പോലും ഉണ്ടാവാം. ഇപ്പോൾ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇനി നമ്മൾ എന്തു ചെയ്യും? നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിച്ചോളാം. ആയിഷി ചെറുതായെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സംഗീത സംസാരിക്കാൻ തുടങ്ങിയത്. ആ, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. നീ എന്തു പറയുന്നു? നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിയും ഉണ്ട്. നിങ്ങൾക്ക് ഏതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആയിഷി കുറച്ചു സമയം ചിന്തിച്ചു. എന്നിട്ട് അവൻ പറയുന്നതിന് സമ്മതിച്ചു. ശരി, പക്ഷേ രാവിലെ വെളുപ്പിന് തന്നെ ഞങ്ങൾ തിരിക്കും. കുഴപ്പമില്ല, ഞാൻ തന്നെ നിങ്ങളെ മലയുടെ അടുത്ത് കൊണ്ടുവന്ന് ചേർക്കാം. ആയിഷയും സംഗീതയും ശരിയെന്ന് സമ്മതിച്ച് തലയനക്കി. അതിനുശേഷം 3 പേരും ചേർന്ന് ആദിത്രിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ആദിത്രിയ, ആയുഷി പിന്നെ സംഗീത വീട്ടിനകത്തേക്ക് വന്നു. 3 പേരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ശരി, പറയൂ, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആകും. വളരെ നല്ല കാര്യം. പിന്നെ നിങ്ങള്? ആയുഷി ചെറുതായൊന്ന് ചിന്തിച്ച് എന്തോ പറയാനായി ശ്രമിച്ചു. അപ്പോഴാണ് സംഗീത അവൾ പറയാൻ വന്നത് പാതിയിൽ തന്നെ നിർത്തി. ഇവൾ മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ടോപ്പറാണ്. ഇവൾ തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം നടത്തിക്കൊണ്ടു പോവുകയാണ്. ഏതുപോലുള്ള പാരമ്പര്യം? എന്റെ കുടുംബം നിവാരിയിലെ ഗണപതി ക്ഷേത്രം പല തലമുറകളായി നോക്കി വരികയാണ്. ഞാനും ആ പാരമ്പര്യം പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. എന്ത് നേരാണോ? ഇതുപോലെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇരുന്നു പോലും ഇതുപോലുള്ള കാര്യങ്ങളോ? എക്സ്ക്യൂസ് മീ, പക്ഷെ ഇതിൽ എന്ത് തെറ്റാണുള്ളത്? എന്ന് വെച്ചാൽ നല്ല കാര്യം എന്താ? നിങ്ങൾ ഇത്ര പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സിറ്റിയിൽ നല്ല സ്ഥലത്ത് നല്ല ജോലി കിട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെ ക്ഷമിച്ചേക്കൂ, പക്ഷേ ഈ ധർമ്മകാര്യങ്ങൾ മനുഷ്യന്മാരുടെ മൂളയിനെ കെടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തർത്ഥത്തിലാ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞത് നേരാണ്. നിങ്ങളുടെ ധർമ്മത്തിൽ ഈ കാര്യങ്ങളാണോ പറയുന്നത്? അതായത് എല്ലാം വിട്ടിട്ട് ദൈവത്തിന് മാത്രം സേവ ചെയ്യണമെന്ന്? ഏ ദൈവത്തിനെയാണോ ഇത്ര നിങ്ങൾ പൂജിക്കുന്നത്? അദ്ദേഹം അത്ര അത്യാഗ്രഹിയാണോ? ആയുഷിക്ക് ഇക്കാര്യം ഒട്ടും ഇഷ്ടമായില്ല. അവൾക്കല്പം വെറുപ്പായി തോന്നി. അപ്പോഴാണ് സംഗീത ഇടയ്ക്ക് കയറി സംസാരിച്ചത്. അവൾ സാഹചര്യം സമാധാനമാക്കാനായി ശ്രമിച്ചു. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തിനാ തർക്കിക്കുന്നത്? ഇതൊക്കെ വലിച്ചെറിയോ? ആയുഷി അവനെ വളരെ വെറുപ്പോടുകൂടി നോക്കി. അത് ശരി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയത്തിയും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ?
അവരെ വിളിക്കൂ, ഞങ്ങൾക്കും കുറച്ച് നന്നായിരിക്കും. ആദിത്രിയ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തിലിരുന്നതുപോലെ ഇരുന്നു. അദ്ദേഹം ശരിയെന്ന് പറഞ്ഞ് തല അനക്കി. അതിനുശേഷം അദ്ദേഹം എണീറ്റ് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് സംഗീത ആയുഷിയുടെ നേരെ തിരിഞ്ഞ് അവളെ നോക്കിയത്. നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തിനാ അദ്ദേഹത്തോട് തർക്കിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ അദ്ദേഹം എന്തൊക്കെ പറയുന്നെന്ന്? അല്ല, അത് വിട്ടേക്ക്. നീ അല്ലേ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന്? കാണുമായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ ധർമ്മത്തെക്കുറിച്ച് തെറ്റായി സംസാരിക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ കുറച്ചു സമയത്തിനകം ആദിത്രിയ തിരികെ വന്നു. അവനെ കണ്ടതും ആയുഷിയും സംഗീതയും അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തുപറ്റി? നിങ്ങളുടെ അനിയത്തി എവിടെയാണ്? അവൾ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ എഴുപ്പിയില്ല. നേരാണോ? സാരമില്ല, ഇരിക്കട്ടെ. അത് ശരി, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞാനോ? എൻ്റെ ജോലിയും കുറച്ച് ആയുഷിൻ്റെ ജോലി പോലെ തന്നെയാണ്. ഞാനിപ്പോൾ ധർമ്മത്തിനെ പറ്റിയല്ല, സത്യത്തിനെ പറ്റി ജനങ്ങളോട് സംസാരിക്കുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? നമ്മുടെ ധർമ്മം സത്യമല്ലെന്നാണോ? അതിൽ എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട്? ആക്ച്വലായിട്ട് ആ ധർമ്മം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അത് നമുക്ക് വിശ്വാസം നൽകിയിരിക്കുന്നു, ഒരു നല്ല രീതിയിലുള്ള ജീവിത രീതി നൽകിയിരിക്കുന്നു. ധർമ്മം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്യാമെന്നൊന്നും പറഞ്ഞില്ല. അതൊരു ലഘുവായ ജീവിത രീതി നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, എനിക്ക് എപ്പോഴും ദൈവത്തിൻ്റെ മേലെ വിശ്വാസമില്ലായിരുന്നു. ഞാനും എന്തെങ്കിലും ഒരു ധർമ്മത്തിനെ പൂജിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അതിൻ്റെ മേലെ എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. അത് ശരി, ധർമ്മത്തിനെ പറ്റിയുള്ള എൻ്റെ ചോദ്യത്തിന് നിന്നെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റുമോ? ഒരു പക്ഷേ ഇത് കാരണം ശരിക്കുമുള്ള ധർമ്മത്തിനെ പറ്റി എനിക്കും അറിയുമല്ലേ? ചോദിക്കൂ. ആദിത്രിയ സംസാരിച്ചുകൊണ്ട് അവരുടെ നാല് ചുറ്റിലും നടന്നുകൊണ്ടിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രശ്നം, സ്വർഗം എന്ന ഒന്ന് ശരിക്കുമുണ്ടോ? അതെ, സ്വർഗം എന്നൊന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം കിട്ടുക. അടുത്ത ജന്മത്തിൽ ഒരു നല്ല മനുഷ്യനായോ അല്ലെങ്കിൽ പശുവായോ ജനിക്കും. എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ഭംഗിയുള്ള പക്ഷിയായി മാറണം. എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാകും. ഞാൻ പക്ഷിയായി മാറി അവരുടെ അടുത്തേക്ക് ചെല്ലും. ആയുഷി ചിരിച്ചു. തെറ്റാണ്. ഒരുപക്ഷെ സ്വർഗമുണ്ടെങ്കിൽ അതിനെ കണ്ടത് ആരാണ്? സ്വർഗം എന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് മോക്ഷപ്രാപ്തി ഉണ്ടെങ്കിലേ കിട്ടൂ. അത് ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ആദിത്രിയ ചെറുതായി ചിരിച്ചു. എവരോ എഴുതിയത് എവരോ പഠിച്ചതാണോ നീ വിശ്വസിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമായിരിക്കും. മൾട്ടിവേർഡ് സ്റ്റഡീസിൽ ആവശ്യമുള്ള സ്റ്റഡീസ് ഉണ്ട്. വളരെ പ്രബലമായ സയന്റിസ്റ്റ് ഇതിന്റെ പ്രൊവിഷൻ ലോകത്തിന് നൽകിയിരിക്കുകയാണ്. അതുമാത്രം മതിയാണോ? മോഡേൺ സയൻസിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. ഓർമ്മയിരിക്കട്ടെ, ഒരു സമയത്ത് ജനങ്ങൾ ലോകം ചതുരമാണെന്ന് കരുതി, സൂര്യൻ നമ്മളെ ചുറ്റി വരുന്നുവെന്ന് കരുതി, പ്ലൂട്ടോ എന്ന ഒരു ഗ്രഹം ഇല്ലെന്ന് കരുതി. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരികയാണ്. ക്ഷമിക്കണം, ഞാൻ മറ്റുള്ളവരെ പോലെ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവളല്ല. സയന്റിഫിക് സ്റ്റഡിയും എവിഡൻസും വെച്ചാണ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. നമ്മുടെ ധർമ്മം നേര് മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസത്തെ ഞാൻ പുകഴ്ത്തില്ല. ആദിത്രിയ ചിരിച്ചു. എന്നിട്ട് അവരുടെ മുൻപിലായി വന്നിരുന്നു. അവൻ ആയുഷിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ തുടങ്ങി. ശരി, നീ ഒരു കാര്യത്തിനെ വിശ്വസിക്കുന്നു വെച്ചാൽ ആ കാര്യത്തിനെ ദൈവത്തിനോട് സംസാരിച്ചാൽ അദ്ദേഹം വേഗം തന്നെ തരുന്നുണ്ടോ? നമുക്ക് എന്താണോ ആവശ്യം അത് തീർച്ചയായും ആ ദൈവം നൽകും. പക്ഷെ നമ്മുടെ അത്യാഗ്രഹം അദ്ദേഹം നൽകില്ല. എനിക്ക് എന്താ തോന്നുന്നു അറിയുമോ? നീയും അതുപോലെയുള്ള ഒരു ധർമ്മത്തിനെ ഏറ്റുകഴിഞ്ഞാൽ, അതായത് ഞാൻ വിശ്വസിക്കുന്ന ധർമ്മത്തിനെ. എന്താ പറയുന്നേ? ആദിത്യ എണീറ്റ് കുറച്ചു ദൂരെ ചെന്ന് നിന്നു. അവന്റെ പുറകിലായി ഒരു കറുത്ത പ്രകാശം, അതൊരു വ്യത്യാസമായ പ്രകാശം നൽകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ആയുഷിയും സംഗീതയും ഞെട്ടിപ്പോയി. ആദിത്രിയ പതുക്കെ പതുക്കെ എന്തോ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ അവരെ നോക്കി. ആയുഷിയും സംഗീതയും മാറി മാറി നോക്കി. അവന്റെ കണ്ണുകൾ ശരിക്കും കറുപ്പായി മാറി. അവന്റെ മുഖത്ത് നീല ഞരമ്പുകൾ കാണാൻ സാധിച്ചു. ഇപ്പോൾ അവന്റെ രൂപം കാണാൻ ഭയങ്കരമായും അസുരനെ പോലെ കാണാൻ സാധിച്ചു. നിങ്ങളെ പോലെ ബലവീനമായവർക്ക് ഇത് മതിയാണ്. നിങ്ങൾ എവർ ഏത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നു. ആരാണ് നീ? ആദിത്രിയൻ അസുരനാണ്, അസുരനാണ്. ഇതെല്ലാം കണ്ടിട്ട് ആയുഷിയും സംഗീതയും ഞെട്ടിപ്പോയിരുന്നു. അവർ പേടിച്ച് എണീറ്റു. പിന്നെ അവിടെ നിന്നും ഓടാനായി അവർ ശ്രമിച്ചു.
അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ കാലുകൾ അവിടെ നിന്നും അനങ്ങുന്നില്ല. അവർ ശ്രമിച്ചാലും മുന്നിലോട്ട് പോകാനാകുന്നില്ല. നീ എന്തു ചെയ്യാനാ പോകുന്നത്? അവൻ വേഗത്തിൽ അവിടെ നിന്നും വന്നു. ഇത് കണ്ടിട്ട് ആയിഷയും സംഗീതയും പേടിച്ച് നിലവിളിച്ചു. ആദിത്രിയ അസുരന്റെ ശില്പത്തിനു മുൻപിൽ നിന്നുകൊണ്ട് തന്റെ തല ചുറ്റാൻ തുടങ്ങി. അവിടത്തെ ചുറ്റുപാട് വളരെ ഭയങ്കരമായും വിചിത്രമായും മാറാൻ തുടങ്ങിയിരുന്നു. അവിടെ വച്ചിരുന്ന 3 ചെയറിൽ മൂന്നാമത്തെ ചെയറിൽ ഇരിക്കുന്ന ആള് അത് മറ്റാരുമല്ല, അതാണ് ആയിഷി. അവളോടൊപ്പം ഇരുന്നു കൊണ്ടിരുന്ന ആ 2 ആളുകളും മുൻപേ തന്നെ അവിടെ ഇരുന്നവരാണ്. ഇരുട്ടിന്റെ സ്വാമി, നരകത്തിന്റെ അധിപതി, മഹാസുര രാജ, ഞാൻ ആദിത്രിയ ഇന്ന് നിങ്ങളുടെ മുൻപ് 3 പവിത്രമായ ആത്മാക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇവരുടെ പവിത്രമായ രക്തത്തിനെ നിങ്ങൾക്ക് അർപ്പണിക്കാൻ പോകുന്നുണ്ട്. ഇവരുടെ രക്തം പല കൊല്ലങ്ങളായിട്ട് ഒരു തെറ്റായ ജീവിതത്തിനെ പൂജ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ പ്രകാശം ഇരുട്ട് കൊണ്ട് നിറയാൻ പോകുന്നുണ്ട്. അസുര രാജ, ഈ 3 പേരിന്റെ രക്തത്തിനെ നിങ്ങൾ ഏൽക്കണം. പിന്നെ എനിക്ക് എൻ്റെ ശക്തിന് വേണ്ടിയുള്ള വരത്തിനെ തന്നേക്കൂ. എന്നെ നിങ്ങളുടെ ദൂതനായിട്ട് മാറ്റിയേക്കണം. അപ്പോഴേ എന്നെ കൊണ്ട് നിങ്ങളുടെ രാജ്യത്തിനെ സ്ഥാപിക്കാൻ പറ്റും. ഇന്നു മുതൽ ഈ ലോകത്തിൽ പ്രകാശം ഉണ്ടായിട്ടില്ല. ലോകം മുഴുവതും ഇരുട്ട് നിറയണം. പിന്നെ ആ ഇരുട്ടിന്റെ സ്വാമി ഞാനായിരിക്കും. വരൂ അസുര രാജ, വരൂ അസുര രാജ, വരൂ വരൂ. അതിനുശേഷം അവൻ ആയിഷയുടെ അടുത്തേക്ക് വന്നു. ആയിഷയുടെ കണ്ണുകൾ പതുക്കെ പതുക്കെ തുറന്നു. അവളുടെ മുഖത്ത് പേടി നന്നായി കാണാൻ സാധിച്ചു. ഞാൻ ഈ ലോകത്തിൽ നിന്നും ധർമ്മത്തിനെ അഴിച്ചേക്കും. ജനങ്ങൾ വിശ്വസിക്കുന്ന ആ ധർമ്മത്തിനെ മക്കൾക്ക് ഞാൻ അതുപോലുള്ള ജീവിതത്തിനെ തരും. അവർ ഇഷ്ടപ്പെടുന്ന ജീവിതം. ഈ ലോകത്തിൽ ഒറ്റ ധർമ്മം മാത്രമാണ് ഉണ്ടാവും, അധികാരമാണ്. പിന്നെ നിന്റെ കൂട്ടുകാരി. സംഗീത തറയിൽ കിടക്കുകയാണ്. അവളുടെ തലയിൽ നിന്നും രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവൾ അങ്ങനെ ശാന്തമായി കിടന്നു. അവളുടെ ശരീരം മരവിച്ചതുപോലെയായിരുന്നു. ആയിഷയുടെ കണ്ണുകളിൽ കണ്ണുനീരും പേടിയും നിറഞ്ഞിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൾ പതുക്കെ തന്റെ കണ്ണുകൾ മൂടി. എന്നിട്ട് ദൈവത്തിന്റെ ശ്ലോകം അവൾ പറയാൻ തുടങ്ങി. അവൾ നിർത്താതെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഒലിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ആദിത്രിയ അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. അവൻ വരില്ല, ആരും വരാൻ പാടില്ല. അവനെ കൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ആദിത്രിയ ആയിഷയെ നോക്കി. അവൻ അവളുടെ കഴുത്തിൽ പിടിക്കാൻ വേണ്ടി തന്റെ കൈ ഉയർത്തി. അപ്പോൾ ആരോ പുറകിൽ നിന്ന് കമ്പുകൊണ്ട് അവന്റെ തലയിൽ അടിച്ചു. ഉടനെ അവൻ നിലത്ത് മുട്ടുകുത്തി വീണു. പിന്നെ 4 ചുറ്റിലും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അത് മറ്റാരുമല്ല, അത് സംഗീതയാണെന്ന്. അവളുടെ കാലുകളൊക്കെ വിറയ്ക്കുകയാണ്. അവളെ കാണാൻ പേടിച്ചിരിക്കുന്നു. ഏതോ അവൾ തന്റെ അവസാനത്തെ ബലം മുഴുവൻ ഒന്നിച്ചു ചേർത്ത് തന്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ ശ്രമിക്കാനായി വന്നതാണ്. ആദിത്രിയ ദേഷ്യത്തോടെ എണീറ്റു. എന്നിട്ട് സംഗീതയെ നോക്കി നടന്നു ചെന്നു. ആയിഷി ഇതൊക്കെ കണ്ട് പേടിച്ച് തന്റെ കണ്ണുകൾ മൂടിയിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ തന്നെ സമാധാനപ്പെടുത്തി. എങ്ങനെയോ അവൾ കെട്ടഴിച്ചുകൊണ്ട് എണീറ്റു. അവൾ നേരെ അസുരന്റെ ശില്പത്തിനടുത്തേക്ക് ഓടി. അതവൾ പൊക്കിയെടുത്തു. പിന്നെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന യാഗകുണ്ഡത്തിലിട്ടു. ഇത് കണ്ടിട്ട് ആദിത്യ പുറകിലോട്ട് തിരിഞ്ഞു. അവന്റെ ഏർപ്പാടുകൾ, ബലി എല്ലാം തന്നെ ഒരു ക്ഷണം കൊണ്ട് നശിച്ചു കഴിഞ്ഞു. ദേഷ്യത്തോടെ അവൻ ആയിഷയെ നോക്കി വീണ്ടും വന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ ശരീരം വീണ്ടും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവൻ തറയിൽ ചെന്ന് വീണു. പിന്നെ അവന്റെ ശരീരം മുഴുവൻ വളരെ മോശമായി വിറയ്ക്കാൻ തുടങ്ങി. ആയിഷയ്ക്ക് അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അവൾ സമയം പാഴാക്കിയില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ആ മണ്ണെണ്ണ ക്യാൻ അവൾ എടുത്തു. അവൾ വീട്ടിനകത്തും പുറത്തും മുഴുവനായി ആ എണ്ണ ഒഴിച്ചു. എന്നിട്ട് പുറത്തേക്ക് അവൾ ഓടി. പിന്നെ വീടിന് താഴെയും മണ്ണെണ്ണ അവൾ ഒഴിച്ചു. അതിനുശേഷം അവൾ വീട്ടിന് പുറത്തെ ഗേറ്റ് വരെ വന്നിട്ട് അവിടെ നിന്നു. അവൾ ഒരു തീപ്പെട്ടി കത്തിച്ചു. എന്നിട്ട് അവൾ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. മണ്ണെണ്ണയിൽ തീ കത്തിപ്പിടിച്ചു. പിന്നെ കുറച്ചു സമയം കൊണ്ട് മുഴുവൻ വീടും തീ കൊണ്ട് കത്തി എരിയുകയായിരുന്നു.
പരിത്രാണായ ചാരുത വിനാശായ ചതുഷ്കൃതാം ധർമ്മശാസ്ത്രാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആയുഷി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ കൂട്ടുകാരിയെ നഷ്ടപ്പെട്ട സങ്കടം അവളുടെ മുഖത്ത് നന്നായി കാണാൻ സാധിച്ചു. ഒരു വർഷത്തിനു ശേഷം ആയുഷി കാവ്യ വസ്ത്രമണിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഭംഗിയുള്ള വെളുത്ത മൈന പറന്നു വന്നത്. അത് അവളുടെ തോളത്ത് വന്നിരുന്നു. ആയുഷി ആ മൈനയെ നോക്കി. അപ്പോൾ അവൾക്ക് അന്ന് രാത്രി സംഗീത പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അത് ആരാണെന്ന് ഉടനെ ആയുഷിക്ക് മനസ്സിലായി. അവൾ ഉടനെ വളരെ സ്നേഹത്തോടെ അതിനെ തൊട്ടു. എന്നിട്ട് അവൾ മുന്നിലോട്ട് നടന്നു ചെന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ തുടക്കത്തെക്കാളും ദൈവവിശ്വാസം അധികമായിരുന്നു. പിന്നെ ഇതോടെ നമ്മുടെ ഈ കഥ അവസാനിക്കുകയാണ്.